യെസ്, അങ്ങനെ ന്യൂസ് മോർണിംഗ് വിശദമാകുമ്പോൾ ആദ്യം പോകുന്നത് പാലക്കാട് തന്നെയാണ്. അവിടെ കാട്ടാനക്കലിയിൽ ഇന്നലെ ഒരു ജീവൻ പൊലിഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. യുവാവ് കൊല്ലപ്പെട്ടതിൽ മുണ്ടൂരിലാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് CPM ഹർത്താൽ നടത്തുകയാണ്. മുണ്ടൂർ കയറംകോട് സ്വദേശി അലനാണ് ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ അലന്റെ മാതാവ് വിജിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. യെസ്, മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഇന്നിപ്പോൾ CPM ഹർത്താൽ നടത്തുകയാണ്. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ ജാഥ കൂടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വനംവകുപ്പിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, സമരം തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയുന്നു. നേരത്തെ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും അവർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ചെറിയ ചെറിയ അനാസ്ഥകളാണ് ഇത്തരം വലിയ ഗുരുതരമായ ആളുകളുടെ ജീവൻ എടുക്കുന്നതിലേക്കൊക്കെ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ജിൽസി, അതായത് CPMന്റെ നേതൃത്വത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. മുണ്ടൂരിൽ നിന്നും ഈ കയറങ്കോട് ജംഗ്ഷനിലേക്കാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് CPM നടത്തുകയും ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉള്ളതിന് കാരണം ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഒരു നിർദ്ദേശം, ജാഗ്രതാ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയില്ല എന്നുള്ളതാണ് CPM ഇന്നലെ മുതൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കയറാങ്കോട് ജംഗ്ഷനിൽ ഇവർ ഒരുപക്ഷെ റോഡ് ഉപരോധിച്ചേക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ കാട്ടാന ആക്രമണം ഈ കയറാങ്കോട് മേഖലയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. കണ്ണാടൻചോല മേഖലയിൽ ഈ അമ്മയെയും മകനെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അതിൽ മകൻ മരണപ്പെടുകയും അമ്മ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയും ചെയ്യുകയാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 3 കാട്ടാനകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ആനകളെ പൂർണ്ണമായും ഇവിടെ നിന്നും തുരത്താനുള്ള നടപടികളൊന്നും തന്നെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. സാധാരണഗതിയിൽ ഇവിടെ കാട്ടാന എത്തുന്ന സമയത്ത് നാട്ടുകാരാണ് ഇത്തരത്തിൽ വനംവകുപ്പിനെ ഈ വിവരം അറിയിക്കുന്നത്. തുടർന്ന് വനംവകുപ്പ് ഇവിടെ എത്തുകയും പടകം പൊട്ടിച്ച ആനകളെ താൽക്കാലികമായി ഇവിടെ നിന്നും മാറ്റുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ശാശ്വതമായ പരിഹാരമല്ല എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. യെസ്, എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. താൽക്കാലികമായി പടക്കം പൊട്ടിച്ച് ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ആനയെ തുരത്താനുള്ള നീക്കം അത് അത്ര ഫലപ്രദമാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ആന കൃത്യമായി ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയാനുള്ള നടപടികളാണ് അവർ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത്തരം സ്ഥലങ്ങളിൽ വഴിവിളക്ക് സ്ഥാപിക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ CPMന്റെ നേതൃത്വത്തിലാണ് മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ പുരോഗമിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധ ജാഥകൾ കൂടിയാണ് കാണുന്നത്. അപ്പോൾ തന്നെ നന്ദഗോപാൽ, ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാനുണ്ട്. ഇപ്പം വിജിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ? നിലവിൽ മരണപ്പെട്ട അലന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം വിജിയുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. വിദഗ്ധ ചികിത്സ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊന്നും തന്നെ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം വിട്ടു നൽകിയ ശേഷമായിരിക്കും ഈ തീരുമാനങ്ങളിലേക്കൊക്കെ എത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ആളുകൾ ഈ കയറാങ്കോട് മേഖലയിലേക്കാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതിഷേധ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആണല്ലേ ഇവിടെ. അതായത് 2 പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് വലിയ ലാഗ് ഉണ്ട്. അവിടെ കഴിഞ്ഞ സമരങ്ങളുടെ ഭാഗമായിട്ട് RRTക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാമ്പ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിനകത്ത് CCTV വെച്ച് മോണിറ്റർ ചെയ്യാൻ പറ്റും. അവരുടെ മുമ്പിലുണ്ട് ഈ ആന അവിടെ ഇറങ്ങിയിരിക്കണം. ആ വിവരം ഇൻഫോം ചെയ്യേണ്ടതാണ് അവര്. ആളുകൾ പോരുത് ഇരുട്ടത്ത്. ആനുള്ള ഓരോ അവർക്കറിയാം. അതാണ് ഉദ്യോഗസ്ഥന്മാരുടെ ലാഗ്. മറ്റൊന്ന് കേന്ദ്ര വനനിയമമാണ്. കേന്ദ്ര വനനിയമം ഭേദഗതി ചെയ്യാതെ ഈ കാര്യത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല.
കാരണം ആനയ്ക്ക് ഒരു കല്ലേറിലൊരു പരിക്ക് പറ്റി അവിടെയുള്ള നാട്ടുകാരെ മുഴുവൻ പേരിൽ കേസാ. ആന ഇറങ്ങി എത്ര ആളെ കൊന്നാലും ജീവനോപാധി നഷ്ടപ്പെട്ടാലും കേസില്ല. അതുകൊണ്ടാണ് പ്രതിഷേധം ഉണ്ടാവണം. നിലവിൽ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്താണ്? അടിയന്തരമായി ഈ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ള വനനിയമം ഭേദഗതി ചെയ്യണം. ഒന്ന്, ഞങ്ങൾ വെക്കുന്ന കാര്യത. രണ്ട്, RRTക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ AC റൂമിട്ട് RRTക്കാര് അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവരാ മോണിറ്റർ ചെയ്യുമ്പോ കാട്ടാന ഇറങ്ങിയാൽ നാട്ടുകാരെ അറിയിക്കണം. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിലേക്ക് എത്തിച്ചത്. നാട്ടുകാരെ കൃത്യമായി വിവരം അറിയിക്കുന്നതിൽ വനവകുപ്പിന് വീഴ്ച സംഭവിച്ചു വന്നിട്ടുണ്ട്. RRTക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂമുണ്ട് അവിടെ. നിങ്ങൾ പോയി നോക്കൂ. DFO ഓഫീസിന്റെ പിന്നിൽ പുതിയൊരു RRT ക്യാമ്പ് ഉണ്ട്. അതിനകത്ത് മോണിറ്റർ സിസ്റ്റം ഉണ്ട്. ഇവിടെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഇവർക്ക് വിവരം കൊടുക്കണം. അത് കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവില്ല. ഒരു 22 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മരിക്കില്ല. അവന്റെ അമ്മ നിത്യരോഗിയായി മാറില്ല. 2 ഷോൾഡറിലും പൊട്ടിയിട്ടുണ്ട്. നിങ്ങൾ തടയണ്ട, ഞങ്ങളങ്ങ് പോകണം. അത് കഴിഞ്ഞ് മാർച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെ നിത്യരോഗിയായി മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അവരെന്ന് എങ്ങനെ ജീവിക്കും ഇനി? പ്രശ്നമാണ്. ആദ്യത്തെ അല്ല, 9ാമത്തെ ആളാണിപ്പോ. അതുകൊണ്ടാണ് പ്രതികരണം. അതിന്റെ വീഴ്ച അത് വേറെയുണ്ട്. കാരണം അത് നേരത്തെ കംപ്ലീറ്റ് ചെയ്യാത്തതിന്റെ പ്രശ്നം. ഇപ്പൊ അതല്ല, ഇത് കുറെ സമരങ്ങളുടെ തുടർച്ചയായി. ഞങ്ങളൊരു കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെമ്പാടുണ്ട് കേട്ടോ ഈ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ പോയാൽ നിങ്ങൾ പോയി നോക്കൂ. നിങ്ങളും കൂടി സഹായിക്കണം ഈ കാര്യത്തിൽ. അവരെന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മോണിറ്റർ ചെയ്യണ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് ആനയെ കാട്ടിലേക്ക് കയറ്റി വിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു വരുത്. ഞങ്ങൾ നേരത്തെ ഒരു സമരത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ ആന ഇങ്ങനെ അപകടകരമായിട്ടുള്ള ജീവികൾ വന്നാൽ നിങ്ങൾ ജനങ്ങളെ അറിയിക്കണം, അനൗൺസ്മെന്റ് നടത്തി അറിയിക്കണം. ഇതെല്ലാം അംഗീകരിച്ചതാണ്. ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, DFOന്റെ കയ്യിലുണ്ട്. അവരത് ചെയ്തില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ജീവൻ പൊലിഞ്ഞത്. ഇപ്പൊ വന്നിട്ടില്ല. ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ശേഷം DFOനെ വിളിച്ചു, ഞങ്ങൾ വിളിച്ചു. അത് കഴിഞ്ഞ് MLA വിളിച്ചു. പ്രഭാരട്ടപ്പ് വരുന്നുണ്ട്. ഞങ്ങൾ വിളിച്ച ശേഷം അവർ പറഞ്ഞ് രാവിലെ കളക്ടറായിട്ട് ചർച്ച ചെയ്തിട്ട് വരാനാണ്. ഞങ്ങൾ പറയണം, നിങ്ങൾ തയ്യാറാക്കിയ ഈ സംവിധാനത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഉദ്യോഗസ്ഥന്മാരുടെ ലാഗിംഗ് ആണ് ഇപ്പൊ വന്ന പ്രശ്നം. ജെൽസി, അത് തന്നെയാണ്. അതായത് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വനം വകുപ്പിനെതിരെ ഈ നേതാക്കളൊക്കെ തന്നെ ഉന്നയിക്കുന്നത്. ഈ മേഖലയിൽ കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനമൊക്കെയുണ്ട്, പക്ഷേ ഇതൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ മേഖലയിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തിയിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുകയോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു തീർച്ചയായിട്ടും നന്ദഗോപാൽ, എന്തായാലും അവർ പറയുന്ന ആ പ്രശ്നം വളരെ ഗുരുതരമാണ്. കാരണം RRTക്ക് അവിടെ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇത് നാട്ടുകാരെ അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് വനംവകുപ്പിൽ വന്ന വലിയൊരു വീഴ്ചയാണ്. അപ്പോൾ അതിലൊരു പ്രതിഷേധമുണ്ട്. വനം മന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം ഉടൻ നടത്തുമെന്നുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. നന്ദഗോപാൽ